കരമടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. എന്തുകൊണ്ട് നാം ഉണരണം? ഉത്തരം: ദൈവത്തെ അനുകരിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ. എന്തുകൊണ്ട് നാം ഉണരണം? അത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ അതിനകത്ത് വരും. ശ്രദ്ധിക്കണം. ഉണർന്നില്ലെങ്കിൽ ഇത് രണ്ട് ജീവിതത്തെക്കുറിച്ചാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. ഒന്നാമത്തെ ജീവിതം പാപത്തിൽ തകർന്ന് ഇരുട്ടിലായ ഉറങ്ങി, അല്ലെങ്കിൽ ആത്മീക മരണത്തിൻ്റെ ഒരു ജീവിതം അല്ലേ? അതുകൊണ്ടാണ് ഉറങ്ങുന്നവനെ ആത്മീകമായി മരിച്ചു, ഇരുട്ടിൽ ജീവിക്കുന്നു. എന്നാൽ രണ്ടാമതൊരു ജീവിതമുണ്ട്, ജീവന്റെ പുതുക്കത്തിൽ ഒരു നടക്കുന്ന ജീവിതം. സ്തോത്രം. അപ്പൊ എന്താ ഇനി രണ്ടാമത്തെ വിഷയം എന്ന് ഞാൻ പറയട്ടെ. നമ്മൾ ഉണർന്നില്ലെങ്കിൽ നിങ്ങൾ അറിയണം, ഈ ഇരുട്ടും വെളിച്ചവും കൂടെ ഒരുമിച്ച് നിൽക്കുമോ? നിൽക്കുകയല്ല. ഒന്നുകിൽ നമ്മൾ ഇരുട്ടാകും, അല്ലെങ്കിൽ വെളിച്ചമായി മാറും. ഉണർന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും പഴയ ഇരുട്ടിനകത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് വിളിച്ചു പറയുന്നത്. വാക്യം വായിച്ചേൽപ്പിക്കാം. 8-ാം വാക്യം, 5-ന്റെ 3-ാം വാക്യം. അതെ, നമ്മൾ വായിച്ചൊന്ന് വാക്യമാ അതിന്റെ അങ്ങനെ വായിച്ചു വന്നിട്ട് 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഇരുളായിരുന്നു. കണ്ടോ? മുമ്പേ നിങ്ങൾ ആരായിരുന്നു? ഈ ഇരുളായിരുന്നു. ആ ഇരുളിന്റെ പ്രവൃത്തിയാണ് എഴുതിയേക്കുന്നത്. ഇതെല്ലാം ഇനിയും നമ്മിൽ വന്നാൽ, ഇപ്പൊ നമ്മൾ ആരായിട്ടാ ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നത്? വെളിച്ചമായിട്ടാ. ഈ വെളിച്ചത്തിൽ ഇരിക്കുന്നത് നമ്മൾ ഉറങ്ങിയാൽ ഇത് നമ്മിൽ എന്ത് ചെയ്യും? തിരിച്ചു വരും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഇത് നമ്മിൽ തിരിച്ചു വരുമ്പോ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? ദൈവം എന്താണോ നമ്മിലൂടെ പ്രതീക്ഷിച്ചത് അത് നടക്കത്തില്ലെന്ന് മാത്രമല്ല, നമ്മൾ ആ പഴയ അടിമത്വത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള സാധ്യത. പ്രൈസ് ദി ലോർഡ്. ഗൗരവമായ ഒരു പ്രശ്നമാണ് എന്ന് നിങ്ങൾ അറിയണം. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും വെളിച്ചമായി ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. നമ്മൾ ഉറങ്ങുക, നമുക്ക് വെളിച്ചമൊക്കെ കിട്ടി, മറ്റുള്ളവർക്ക് എന്തോ ഇല്ല, ഈ വെളിച്ചമൊന്നുമില്ല. തുറന്നടപ്പ് ചെയ്യരുതെന്നോ, അശുദ്ധിയിൽ നടക്കരുതെന്നോ, ചീത്തത്തരവും പൊട്ടച്ചെല്ലു പറയല്ലെന്നോ, ഇതൊന്നും ഉള്ള വെളിച്ചം ആർക്കില്ല? മറ്റുള്ളവർക്കില്ല. പക്ഷെ നമുക്കിതെല്ലാം എന്ത് ചെയ്തു? കൃപയാൽ കിട്ടി. ഇതെല്ലാം അറിയാം, എല്ലാ ആഴ്ചയും പ്രസംഗം കേൾക്കുന്നുണ്ട്, ദൂതൊക്കെ അറിയാം. പക്ഷെ നമ്മൾ ഉറങ്ങിയാൽ സംഭവിക്കുന്നത്, നമ്മൾ എന്താണോ കേട്ടുകൊണ്ടിരിക്കുന്നത്, എന്താണോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്, എവിടെയാണോ നടക്കാൻ പാടില്ല എന്ന് പറയുന്നത്, ഉറക്കത്തിൽ നമ്മൾ അവിടെ എല്ലാം നടക്കും. രാവിലെ ഞാൻ പറഞ്ഞില്ലേ, ഉറക്കത്തിൽ ആവുമ്പോൾ എന്തോ കാണിക്കും? പല ചേഷ്ടകളും കാണിക്കും. ബോധത്തോടല്ല, ഉറങ്ങിയത് കൊണ്ടാ, അല്ലയോ? ഉറക്കത്തിൽ കിടന്ന് ചിരിക്കും. ഞാൻ രാവിലെ പറഞ്ഞ ഓർമ്മയുണ്ട്, അതോടെ കണക്ട് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഉറക്കത്തിൽ ചിരിക്കും, ഉറക്കത്തിൽ കിടന്നുകൊണ്ട് കരയും, അല്ലേ? ഉറക്കത്തിൽ അടുത്തിരിക്കുന്നവരെ ചിലപ്പോൾ തൊഴിക്കും. ചെയ്യത്തില്ലേ? എന്താ ചെയ്തത്? എന്താ അച്ഛാ ചെയ്തത്? ഉറക്കത്തിലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആൾ ഉറക്കത്തിലാ ചെയ്തത്. അപ്പൊ എന്ത് ചെയ്തു? ബോധം നഷ്ടപ്പെടും. ഉറക്കത്തിൽ ബോധം പോകും. നമുക്കറിയാം, നമുക്ക് സ്വബോധം ഇല്ല, അല്ലേ? അപ്പോൾ ഉറക്കത്തിൽ ഇങ്ങനെ പലതും കാണിക്കും. ശ്രദ്ധിക്കണം, ഈ ഉറക്കത്തിൽ നാം ഇത് കാണിക്കുമ്പോൾ വെളിച്ചമായിരുന്ന നമ്മളിപ്പോൾ എന്തായി മാറി ആൾക്കാരുടെ മുമ്പിൽ? ഇതാണ് വിഷയം. സ്തോത്രം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥിച്ച് ആത്മാവിൽ ജാഗരിച്ച് ഉണർന്നിരുന്നെങ്കിൽ ഈ ഇരുട്ടിന്റെ പ്രവൃത്തി നമ്മൾ കയറുമായിരുന്നോ? അവർക്ക് മനസ്സിലായി? അവിടെയാ കർത്താവ് പറയുന്നത്, നിങ്ങൾ മുമ്പേ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാണ്. നീ ഉണർന്നാൽ, കർത്താവ് ഇന്ന് ദൂത് പറയുക, നീ ഒന്ന് ഉണർന്നാൽ കർത്താവ് നിന്റെ മേൽ പ്രകാശിക്കും. വീണ്ടും
എത്രവർക്ക് തോത് മനസ്സിലായി? ജീവിതത്തിൽ അവൻ പലപ്പോഴും വിട്ട ആ ഇരുട്ടിന്റെ പ്രവൃത്തികൾ നമ്മിലൂടെ വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നമ്മൾ എവിടെയൊക്കെയോ ആത്മീകമായി ഉറങ്ങിത്തുടങ്ങി, എവിടെയൊക്കെയോ ആത്മീകമായി നമ്മൾ മയങ്ങിത്തുടങ്ങി. ആമേൻ സ്വതന്ത്രം. ആ പ്രവൃത്തി ഇനി വരരുത്, ആ പ്രവൃത്തി ഇനി വരരുത്. ആ ഇരുട്ടിന്റെ പ്രവൃത്തികൾക്ക് നിന്റെ ജീവിതത്തിന് മേൽ അധികാരമില്ല. നിന്റെ ശരീരത്തിൽ അത് വാഴാൻ നീ അനുവദിക്കരുത്. നിന്റെ ഹൃദയത്തിൽ അതിന് സ്ഥാനമില്ല. കാരണം നീ ക്രിസ്തുവിൽ വെളിച്ചമാണ്. സ്തോത്രം. അതിനിയും വെളിപ്പെടുന്നെങ്കിൽ ഓർക്കുക, എവിടെയോ നീ ഇപ്പോൾ ഉറങ്ങുന്നു. സ്തോത്രം. മത്തായി 5:14 നമുക്കെല്ലാം അറിയാം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചം. വെളിച്ചമായി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഉറക്കത്തിൽ എന്തോ വരും? ഇരുട്ടിൻ്റെ പ്രവൃത്തി വരും. നിങ്ങൾക്ക് ആത്മീയ വചനം കിട്ടിയോ? ദൂത് കിട്ടിയോ? നമ്മൾ ഉറങ്ങിയത് കൊണ്ടാണ് അത് വന്നത്. നിങ്ങൾ ഉണർന്നിരുന്നെങ്കിൽ ഇതൊന്നും നിങ്ങളിൽ നിന്ന് വരില്ല. അപ്പം നിങ്ങൾ വെളിച്ചമായി ലോകത്തിന് മുമ്പിൽ സത്യം പ്രകാശിപ്പിക്കേണ്ട നമ്മൾ ഉറങ്ങിയപ്പോൾ നമ്മളിലൂടെ എന്തോ പറ്റി? ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ വന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് വെളിച്ചമാകേണ്ട നമ്മൾ ആളുകളെ എന്ത് ചെയ്യുന്നു? വഴിതെറ്റിക്കാൻ തുടങ്ങും. അവർ പറയും, നിങ്ങൾ എന്നാ വെളിച്ചമാ? പറയത്തില്ലേ? നിങ്ങളിൽ ഒരു വെളിച്ചവുമില്ല. നിങ്ങളിൽ വെളിച്ചമുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങളിൽ സംഭവിക്കില്ല എന്നവർ പറയാനിടയായിത്തീരും. അതുകൊണ്ട് അഗൗരവമായി പൗലോസ് ഈ വചനം പറയുന്നത്, ഇല്ല, നിങ്ങൾ ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളാകരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, എന്നെ അനുഗമിക്കുന്നവൻ, വായിച്ചോ, ഇരുട്ടിൽ നടക്കത്തില്ല. എന്ത് വചനം വായിക്കുന്നത്? യേശു പിന്നെ അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും. മനസ്സിലാക്കുന്നവർ സ്തോത്രം ചെയ്യണേ. ഈ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച് ആത്മികമായി കർത്താവിനെ അനുകരിച്ച് ജീവിച്ചാൽ, കർത്താവിന് പുറകെ നീ നടക്കാൻ തുടങ്ങിയാൽ നീ വെളിച്ചമാ. ഞാനും നിങ്ങൾ വെളിച്ചമാ. വെറും വെളിച്ചമല്ല, ജീവന്റെ വെളിച്ചം